ഓൺട്രപ്രണർ എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ഗൂഗിൾ പോയി സെർച്ച് നോക്കി. റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി. ഒരുപാട് റിസ്ക് ഉണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് മാത്രമല്ല, റിസോഴ്സ് നമുക്ക് ഇല്ലാത്ത ഇഷ്യൂസുകൾ ഉണ്ടാവും. ഫണ്ട് ഉണ്ട്, ആ റിസോഴ്സിനെ റൈറ്റ് ടൈമിൽ കിട്ടണ്ടേ. അപ്പൊ ചാലഞ്ചുകൾ പലതും ഫേസ് ചെയ്യും ബിസിനസ്. അത് ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം, നല്ല കോൺഫിഡൻസ് വേണം, ഒരു പോസിറ്റീവ് വൈബ് വേണം. നമ്മുടെ ടീമിലോ പാർട്ണറിലോ നെഗറ്റീവ് വൈബുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇടണം, അല്ലെങ്കിൽ ആ സക്സസ് ആവില്ല. ഇതൊക്കെ റിസ്ക് ഫാക്ടറുകളാണ്. എനിക്കൊക്കെ 6 കൊല്ലത്തെ എക്സ്പീരിയൻസ്, ടോട്ടൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 14 വർഷം ഞാൻ എംപ്ലോയി ആയി വർക്ക് ചെയ്തത്. 14ഉം 6ഉം എടുത്ത് വെച്ച് ഞാൻ എംപ്ലോയി ആയിരിക്കും. 14 വർഷമാണ് ഏറ്റവും വലിയ ലേണിംഗ്സ്. ആക്ച്വൽ ലേണിംഗ് വന്നത് ബിസിനസ്സിൽ വന്നപ്പോഴാണ്. അതൊക്കെ ബിസിനസിന് പ്രത്യേകത. ഇതൊരിക്കലും എംപ്ലോയി ആയാൽ കിട്ടില്ല. പിന്നെ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് ഓഫ് ആൻ എംപ്ലോയി, മൈൻഡ് സെറ്റ് ഓഫ് ആൻ എംപ്ലോയർ ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് 6 മാസം 1 കൊല്ലം ശമ്പളം ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ജോലി പേപ്പർ ഇട്ട് പോകും. അധികം സമയം സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് വയ്യഞ്ഞ ഒരാളെ കീഴിൽ വർക്ക് ചെയ്യാൻ കുറെ കാലമായി. ഇയാളെ ആട്ടുത്തുപ്പം കേട്ടിട്ട് മാനേജറെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യണം. ഒരു സൗകര്യമല്ല, മനസ്സമാധാനമല്ല, ഫ്രീഡം അല്ല എന്നൊക്കെ വെച്ചിട്ട് ആ ജോലി ഒഴിവാക്കി ഓണ്ടർപ്രണർഷിപ്പ് ആകാൻ വരുന്ന ആളുകളുണ്ട്. കാര്യം കട്ടപ്പോ മെന്റാലിറ്റി എന്താണ് അയാളെ ലക്ഷ്യം എന്താ? പ്രൊഡക്റ്റോ പ്രോബ്ലം സോൾവിംഗ് ഒന്നല്ല. അങ്ങനെ ബിസിനസ്സിൽ വന്നാലും സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്.